ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അതേ പെരുന്നാൾ തലേദിവസത്തെയും പെരുന്നാളിൻ്റെ അന്നത്തെയും വീഡിയോ ആയിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ തലേദിവസം നമ്മൾ ആദ്യം തന്നെ അച്ഛൻ്റെ മുടി വെട്ടിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഇവർക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മുടെ ചാവക്കാട് പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള സുഡിയോയിൽ കേട്ടോ പോയത്. വ്യാഴാഴ്ച ആയിരുന്നു സുഡിയോയുടെ ഇനോഗ്രേഷൻ. വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക്. ഇവർ 11 മണിക്ക് ശേഷമാണ് അന്നത്തെ ദിവസം ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും നേരത്തെ വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അവിടെ തുറന്നപ്പോഴത്തേക്കും എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഇടിച്ചു കയറുന്ന പോലെ ആയിരുന്നു. അപ്പം അങ്ങനെ ദേ നമ്മൾ കയറി. അത്യാവശ്യം വലിയ ഒരു ഷോപ്പാണ്, നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഭാഗവും. അച്ചുമോനാണെന്നുണ്ടെങ്കിൽ വന്ന പാടന്നെ വേഗം മേലത്തേക്കാണ് ഓടിയത്. അവരുടെ സെക്ഷൻ മേലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ അവൻ പോയി. ഞാൻ കുറച്ച് നേരം ഓരോ സ്ഥലം ഇങ്ങനെ നോക്കി. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുവരെ കണ്ട സ്റ്റുഡിയോനെ അപേക്ഷിച്ച് കളക്ഷൻ ഭയങ്കര കുറവാണ്. പുതിയതാണ്, എല്ലാം സെറ്റാക്കി എടുക്കാനുള്ള ആ ഒരു ടൈം ആയിരിക്കാം. അപ്പം അങ്ങനെ അതേ നമ്മൾ കുറേ നേരം എല്ലായിടത്തും നോക്കി. അച്ചുവിനും ആമിക്കുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. കാരണം ഇവരുടെ സൈസ് കറക്റ്റ് അല്ല. അച്ചുവിനാണെന്നുണ്ടെങ്കിൽ വലിയ സൈസാണ് നോക്കുന്നത്, ആമിക്കാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ സൈസും. അപ്പം അങ്ങനെ ജസ്റ്റ് നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മൾ എല്ലായിടത്തേക്കും ഒന്ന് നോക്കിയെന്ന് മാത്രം കേട്ടോ. വലിയ ആൾക്കാരുടെ സൈസിന് പറ്റിയിട്ടില്ല. നല്ല ഭംഗിയുള്ള ഷർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അച്ചു എടുത്ത് നോക്കും. പക്ഷെ ഒന്നും അച്ചുവിൻ്റെ സൈസിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം നമ്മൾ തപ്പിയിട്ടും കിട്ടാണ്ടായപ്പോൾ നമ്മൾ ബാക്കി പുറത്തത്തെ ഷോപ്പിൽ നിന്നാട്ടോ എല്ലാം എടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മളൊന്നും പർച്ചേസ് ചെയ്യാൻ നിന്നിട്ടുണ്ടായില്ല. പിന്നെ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായില്ല. ഭയങ്കര ചൂടായിരുന്നു പുറത്ത്. എത്രയും പെട്ടെന്ന് ഓരോ കടയിൽ കയറുക, സാധനം എടുക്കുക, പോവുക, ആ ഒരു മൈൻഡായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ചാവക്കാടത്തെ സ്റ്റുഡിയോയിൽ പാർക്കിംഗ് എല്ലാം സെറ്റാണ്. പക്ഷേ ഈ ഒരു സൈഡിലെ ട്രാഫിക് ഭയങ്കര പ്രശ്നമായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിലേക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തേക്ക് ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചു. പിന്നെ നാളെ ഫുഡ് ഉണ്ടാക്കുന്നത് പർദീസ ചിക്കനും മന്തി റൈസും ആട്ടാ. അപ്പോൾ അതേ ഫുള്ളായിട്ടുള്ള ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി മസാല ഒക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നൈറ്റ് ഫുള്ളായിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആവും മസാല പിടിച്ചിട്ടിട്ടാ. അപ്പം നമ്മുടെ ബീഫിലേക്ക് മസാല ഒക്കെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാനാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു. കിച്ചൺ മൊത്തം അലമ്പാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം നാളത്തേക്കുള്ള മധുരത്തിനായിട്ട് നമ്മൾ മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം മിൽക്ക് കേക്കിനുള്ള ബാറ്ററൊക്കെ സെറ്റാക്കി വെച്ചു. ഇത്രയും കൂടെ റിച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് പിസ്ത പൊടിച്ചതും കൂടെ ആ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ ഓരോ പീസ് എടുക്കുമ്പോഴും അതിൽ നിന്ന് പിസ്ത കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അങ്ങനെ അതേ നമ്മുടെ പുഡിംഗ് ട്രേയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇതിൽ നമുക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. കേക്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ടെൻഡർ കോക്കനറ്റും അതുപോലെ ഈ ഉണ്ടാക്കുന്ന മിൽക്ക് കേക്കും ആട്ടോ എനിക്കിഷ്ടം. നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടിക്കായാലും ഇത് രണ്ടും ആട്ടോ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം ഈ മിൽക്ക് കേക്ക് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കുക. അതിൽ കുറച്ച് പിസ്തയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആള് ഭയങ്കര റിച്ച് ടേസ്റ്റ് ആയി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ അതേ ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് കുറച്ച് നേരം തണുക്കാനായിട്ട് പുറത്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പം ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് വെന്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് സവാള ഇട്ടു, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ പോയി അത്യാവശ്യം തിക്കായി കിട്ടണം കേട്ടോ. അപ്പം അതിനായിട്ട് അത് അപ്പുറം മാറ്റി വെച്ചു. അങ്ങനെ പതുക്കെ ഇരുന്നിട്ട് കുക്കായി വരട്ടെ കേട്ടോ. ഇനി നമ്മുടെ മിൽക്ക് കേക്കിനായിട്ടുള്ള ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മിൽക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പാലും മിൽക്ക് മെയ്ഡും ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഫ്രഷ് ക്രീമും അതും കൂടെ ഒഴിച്ചിട്ടാട്ടോ നല്ല തിക്കായിട്ടുള്ള ഈ ഒരു മിൽക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ കേക്കിൻ്റെ മേലത്തെ സ്കിന്നെല്ലാം കളഞ്ഞ് സ്ക്യൂർ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഓട്ടാക്കി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അതൊന്ന് അബ്സോർവ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടാ. പിന്നെ അതിന് ശേഷം നമ്മൾ ആമിക്കുട്ടിയുടെ മൈലാഞ്ചി ഇടാനായിട്ട് ഇറങ്ങിയതാട്ടാ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല. അച്ചുമോൻ ഒരു ആദ്യം പേനോണ്ടൊക്കെ കുറച്ച് വരച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ ഇങ്ങനെ മേലെക്കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ദേ നമ്മൾ രാവിലത്തെ പരിപാടിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 6 മണി ആയപ്പോഴത്തേക്കും എണീറ്റ്. എന്നും നമ്മൾ പത്തിരിയാണ്. അപ്പോൾ ഒരു ചേഞ്ചിനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ടയർ പത്തിരി ഇല്ലേ, കുഞ്ഞിപ്പത്തിരി, അതാട്ടാ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കുഴച്ചെല്ലാം സെറ്റാക്കി പൊരിച്ചുകൊണ്ടിരുന്നു. നല്ല ടേസ്റ്റ് ആട്ടാ. അപ്പം പിറ്റത്തെ ദിവസമായപ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ ഒന്ന് നന്നായിട്ട് ഇരുന്ന് കുറുക്കി സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നും അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ബീഫും മീൻകറിയൊക്കെ പിറ്റത്തെ ദിവസത്തേക്കാട്ടോ നല്ല ടേസ്റ്റ് ആവുന്നത്. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഫോട്ടോഷൂട്ടിനായിട്ട് നമുക്ക് കുറച്ച് സമയം പോകട്ടോ. അപ്പം അങ്ങനെ അതേ അച്ചുമ്മ പള്ളി പോകുന്ന ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ചായ കുടിക്കാൻ നിന്നു. 8:30 പെരുന്നാൾ നിസ്കാരം തുടങ്ങും. അപ്പം 8 മണി ആയപ്പോഴത്തേക്കും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയിട്ടാ. ചായ കുടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫുഡിൻ്റെ പരിപാടിക്ക് നിന്നു.
അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറി. അപ്പോൾ ആ ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ തന്നെ കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ റൈസിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആമി ഭയങ്കര വ്ളോഗറാട്ടോ. അപ്പോൾ കിച്ചണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 12 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടെല്ലാം സെറ്റാക്കി. നമ്മുടെ മിൽക്ക് കേക്ക് ഉണ്ട്, പിന്നെ അതിൻ്റെ മിൽക്ക്, നമ്മുടെ മന്തി റൈസും ട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അച്ചുമോൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആമിയും അച്ചുമോൻ്റെ ഫ്രണ്ടും കൂടെ ആയിരുന്നു കേട്ടോ കഴിക്കാനുണ്ടായിരുന്നത്. ആമിക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡിനോടായിരുന്നില്ല താല്പര്യം. കുറേ നേരമായിട്ട് ഈ ഒരു മിൽക്ക് കേക്കിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ ആള്. അപ്പോൾ ഫുഡ് വേണ്ട, എനിക്ക് കേക്ക് മതി എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പിന്നിലായിരുന്നു. അപ്പോൾ കഴിക്കാനിരിക്കുന്നതിന് മുന്നേ അതിൽ മിൽക്ക് ഒഴിച്ചിട്ട് അവൾക്കൊരു പീസ് എടുത്തിട്ട് കൊടുത്തുട്ടാ. ചെറുതിലേ ഉള്ളൊരു ശീലമാണ്. പെരുന്നാൾ ദിവസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് രാവിലെ ഭക്ഷണം കഴിക്കണം, പള്ളിയിൽ പോണതിന് മുന്നേ. അതിനുശേഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇല വെട്ടിയിട്ട് തന്നെയാണ് മിക്ക പെരുന്നാളിനും ആ ഒരു ഇലയിൽ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കൈയിട്ടിട്ടാട്ടോ നമ്മൾ കഴിക്കാറ്. അപ്പം പതിവ് തെറ്റിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇല വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഇലയിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാട്ടാ കഴിക്കാനിരിക്കുന്നത്. നമ്മുടെ പർദീസ ചിക്കന് പിന്നെ പ്രത്യേകം പറയണ്ട, കിടിലൻ ടേസ്റ്റ് തന്നെ ആയിരുന്നു. അതിൻ്റെ ആ ഒരു മസാലയൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മന്തി റൈസിൽ വല്ലാണ്ട് അങ്ങോട്ട് മസാല കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റുള്ള റൈസായിരുന്നു. ഈ ഒരു മസാലയും കൂട്ടി കഴിക്കാൻ പൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഈ ഒരു മന്തിയുടെയും പിന്നെ അതുപോലെ തന്നെ പർദീസ ചിക്കൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. എൻ്റെ ഒരു പീസ് കേക്ക് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്നൊരു ഫോട്ടോ സെക്ഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസ് കേക്കിലേക്ക് നമ്മുടെ ആ ഒരു മിൽക്കും കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു രീതിക്കായിരുന്നു. ആ മേലിട്ടിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള പിസ്തയും പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാറ്ററിൽ ഇട്ടിട്ടുള്ള പിസ്തൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര റിച്ച് ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതേ പെരുന്നാളിൻ്റെ ഇവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടായിരുന്നു. പള്ളിയിൽ പോയതിന് ശേഷം വന്നവരുടെ അതെല്ലാവരുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ദേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.